ഹലോ ഗൈസ്, ഇന്ന് ആദൂനെയും അക്ഷതിനെയും കൂട്ടി ഞങ്ങൾ കുമളി ടൗൺ വരെ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി അനിയൻ്റെ കല്യാണത്തിന് 2-3 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ റിലേറ്റീവ്സും എല്ലാവരും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിമാരൊക്കെ വന്നുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്വീറ്റ്സും കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ഞങ്ങൾ കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്, അതുകൊണ്ട് 2 ലൈം ജ്യൂസ് മാത്രമേ ഞങ്ങൾ കുടിച്ചുള്ളൂ. അപ്പം 2 മേടിച്ചുള്ളൂ, 3 മേടിച്ചുള്ളൂ. അതിന് പിന്നെ ഞാൻ കുടിക്കുന്നതിൻ്റെ കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നെക്കാട്ടി കൂടുതൽ അതുമാണ് കുടിച്ചത് കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് അവന് സ്ട്രോ വെച്ചിട്ട് വലിച്ചു കുടിക്കാൻ അറിയില്ല എന്ന് വിചാരിച്ച്. അവൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്, പക്ഷേ എന്നാൽ കൂടി അത് നന്നായിട്ട് അവൻ വലിച്ചു കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ആദൂന് ഭയങ്കര ഇഷ്ടമാണ് അവനെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദൂനെയും കൊണ്ട് വന്നിട്ട് ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. അപ്പം അത് ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല, ഭയങ്കര വഴക്കായതുകൊണ്ട് ഏട്ടൻ്റെ ഫോണൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒന്ന് എറിഞ്ഞ് അതിൻ്റെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും ലൈം ജ്യൂസ് വന്നു. അപ്പം ലൈം ജ്യൂസ് നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ കുറച്ചേ കുടിച്ചുള്ളൂ. പക്ഷേ ആദൂന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ലൈം ജ്യൂസ്. അവന് ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പേടിച്ചാണ് കൊടുത്തത്. ഇനിയിപ്പം പനിയാണം വരുമോ അല്ലെങ്കിൽ അവൻ എങ്ങനെയോ വലിച്ചു കുടിക്കുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അത് ഭയങ്കരമായിട്ട് ആദൂന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി കൂടുതൽ കൊടുത്തില്ല, ചിലപ്പം പനിയെങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അക്ഷതിനും ആദൂനും കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ടൗണിൽ നിന്ന് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോവാണ് ഗൈസ്. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു. അധികം വെയിലില്ലെങ്കിലും ഭയങ്കര ടയേർഡായിപ്പോയി. അപ്പം കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയ സമയത്താണ് വീണ്ടും 2-3 സാധനങ്ങൾ മറന്നുപോയി. ഇനിയിപ്പം ഞാനിനി ഓഫീസ് കഴിഞ്ഞ് വരുന്ന ടൈമിൽ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ചു പോവാണ് ഗൈസ്.